പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കണമെന്ന് ഹൈക്കോടതി. നിലവിൽ നിശ്ചയിച്ച ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണം. ബന്ധുക്കളടക്കമുള്ളവരെ പങ്കെടുപ്പിക്കുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശം. കൊറോണ മാനദണ്ഡം കർശനമായി പാലിക്കണമെന്നും ഹൈക്കോടതി. LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ 3:30 വീണ ജോർജ്, KK ശൈലജയുടെ പിൻഗാമി. KN ബാലഗോപാലിന് ധനകാര്യം, വ്യവസായം, P രാജീവിന്, MV ഗോവിന്ദൻ എക്സൈസും തദ്ദേശവും, K രാധാകൃഷ്ണന് ദേവസ്വം, വിദ്യാഭ്യാസവും തൊഴിലും V ശിവൻകുട്ടിക്ക്, ഫിഷറീസ് സജി ചെറിയാനോ, പ്രൊഫസർ R ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകും. VN വാസവന് സഹകരണവും, മുഹമ്മദ് റിയാസിന് പൊതുമരാമത്തും. ഘടകകക്ഷികൾക്കും പ്രധാന വകുപ്പ്. K കൃഷ്ണൻകുട്ടിക്ക് വൈദ്യുതി, ജലവിഭവം റോഷി അഗസ്റ്റിന്, തുറമുഖം അഹമ്മദ് ദേവർകോവിലിന്, വനം വകുപ്പ് AK ശശീന്ദ്രന്, ആന്റണി രാജുവിന് ഗതാഗത വകുപ്പ്. ഏറ്റെടുക്കുന്നത് വലിയ വെല്ലുവിളിയെന്ന് ആന്റണി രാജു. KK ശൈലജയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയ തീരുമാനം പുനഃപരിശോധിക്കില്ലെന്ന് CPIM. ആർക്കും ഇളവ് നൽകേണ്ട എന്നത് പൊതുവായ തീരുമാനമെന്ന് മുഖ്യമന്ത്രി. തീരുമാനത്തിൽ ദുരുദ്ദേശമില്ല. KK ശൈലജയുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവർക്ക് ദുരുദ്ദേശമെന്ന് MV ജയരാജൻ. വ്യക്തികൾ പ്രസ്ഥാനത്തിന്റെ പ്രതീകം. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനി ചീഫ് എഡിറ്ററാകും. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സംസ്ഥാന സമിതി അംഗമായി KK രാഗേഷിനെ നിയമിക്കാനും തീരുമാനം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പുത്തലത്ത് ദിനേശനും പ്രസ് സെക്രട്ടറിയായി PM മനോജും തുടരും. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് മരണം ആദ്യമായി 100 കടന്നു. ഇന്ന് സ്ഥിരീകരിച്ചത് 112 മരണം, 32,762 പുതിയ രോഗികളും 48,413 രോഗമുക്തരും. ടെസ്റ്റ് പോസിറ്റിവിറ്റി 23.31%. ബ്ലാക്ക് ഫംഗസ് ബാധയിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി. ലോക്ഡൌൺ പിൻവലിക്കുക, രോഗികളുടെ എണ്ണം കുറഞ്ഞാൽ മാത്രം. മത്സ്യത്തൊഴിലാളികൾക്കും സൗജന്യ ഭക്ഷ്യക്കിറ്റ് നൽകും. മലപ്പുറത്തും ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചു. തിരൂർ ഏഴൂർ സ്വദേശിക്കാണ് ഫംഗസ് ബാധ. രോഗം ഗുരുതരമായി ബാധിച്ചതിന് പിന്നാലെ കണ്ണ് ശസ്ത്രക്രിയ ചെയ്ത് നീക്കി. കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. മലപ്പുറം മഞ്ചേരിയിൽ കോവിഡ് ബാധിതൻ സഞ്ചരിച്ച വാഹനം പോലീസ് പിടിച്ചെടുത്തതായി പരാതി. രോഗിയെ പോലീസ് വഴിയിൽ ഇറക്കിവിട്ടു. കോവിഡ് ബാധിതനാണെന്ന് പറഞ്ഞിട്ടും പോലീസ് വഴങ്ങിയില്ലെന്ന് കാവനൂർ സ്വദേശി ഷഫീഖ്. പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തത് കോവിഡ് പരിശോധന നടത്തി വീട്ടിലേക്ക് മടങ്ങും വഴി. രാജ്യത്ത് 24 മണിക്കൂറിടെ 4,529 കോവിഡ് മരണം. ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഉയർന്ന മരണനിരക്ക്. ഇന്നലെ മാത്രം 2,67,334 പുതിയ രോഗികൾ. അതിതീവ്ര വ്യാപനം തുടരുന്ന 9 സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് പ്രധാനമന്ത്രി. വാക്സിനേഷൻ നടപടി വിലയിരുത്തി. രാജ്യത്ത് ബ്ലാക്ക് ഫംഗസ് രോഗബാധ വർദ്ധിക്കുന്നു. പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ച രാജസ്ഥാൻ സർക്കാർ. ഡൽഹിയിലും രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന. എയിംസിൽ 80 പേർക്കും, മാക്സ് ആശുപത്രിയിൽ 50 പേർക്കും, ഇന്ദ്രപ്രസ്ഥ അപ്പോളോ ആശുപത്രിയിൽ 10 പേർക്കും രോഗബാധ. പ്രതിപക്ഷ നേതാവിനെ നിർണയിക്കുന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനം നിർണായകം. കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇനിയും ഗ്രൂപ്പ് നോക്കി തീരുമാനമെടുക്കില്ലെന്ന് സൂചന. സമ്പൂർണ്ണ പൊളിച്ചെഴുത്ത് വേണമെന്ന് ഒരു വിഭാഗം. രമേശ് ചെന്നിത്തലയെ ചൊല്ലി I ഗ്രൂപ്പിൽ ഭിന്നത, പിന്തുണ A ഗ്രൂപ്പ്. പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം. രാജ്ഭവൻ, വെള്ളയമ്പലം, സ്റ്റാച്യു, പുളിമൂട് റോഡുകളിലാണ് നിയന്ത്രണം. പ്രധാന റോഡുകളിൽ പാർക്കിംഗ് നിയന്ത്രണവും ഏർപ്പെടുത്തി. ഗതാഗത ക്രമീകരണം ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 6 വരെ. ടൌട്ടെ ചുഴലിക്കാറ്റിൽ ഗുജറാത്തിലെ മരണം 45ആയി. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മഴ തുടരുന്നു. ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ ഈ മാസം 22ഓടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മെയ് 26 ന്യൂനമർദ്ദം ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്ത് പ്രവേശിക്കും. ഒമാൻ നിർദ്ദേശിച്ച യാസ് എന്ന പേരിലായിരിക്കും ചുഴലിക്കാറ്റ് അറിയപ്പെടുക. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മുംബൈ തീരത്ത് മുങ്ങിയ ബാർജിലെ 26 ജീവനക്കാരുടെ മൃതദേഹം കണ്ടെടുത്തു. തെരച്ചിലിന് നാവികസേനയുടെ 5 കപ്പലുകൾ 188 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും കണ്ടെത്താനുള്ളത് 60-ലേറെ പേരെ. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഭീമ കൊറേഗാവ് കേസിൽ അറസ്റ്റിലായ ഡൽഹി സർവകലാശാല പ്രൊഫസർ ഹാനി ബാബുവിന്റെ ചികിത്സയിൽ കോടതി ഇടപെടൽ. മുംബൈയിലെ ബ്രീച്ച് കാൻഡിയിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ്. കുടുംബം സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് നിർദ്ദേശം. നിലവിൽ മുംബൈയിലെ GT ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രൊഫസർ ഹാനി ബാബു. R ബാലകൃഷ്ണപിള്ളയുടെ വിൽപ്പത്ര വിവാദത്തിൽ KP ഗണേഷ് കുമാറിന് പിന്തുണയുമായി ഇളയ സഹോദരി ബിന്ദു ബാലകൃഷ്ണൻ. ബാലകൃഷ്ണപിള്ള വിൽപ്പത്രം സ്വന്തം ഇഷ്ടപ്രകാരം തയ്യാറാക്കിയത്. സഹോദരിയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും മരണശേഷവും അച്ഛനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിൽ ദുഃഖമുണ്ടെന്നും ബിന്ദു ബാലകൃഷ്ണൻ.
NCPയിൽ നേതൃമാറ്റം. PC ചാക്കോ സംസ്ഥാന പ്രസിഡന്റാകും. TP പീതാംബരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി. NCP മന്ത്രിസ്ഥാനം വീതം വയ്ക്കില്ലെന്ന് PC ചാക്കോ. 5 വർഷം AK ശശീന്ദ്രൻ തന്നെ മന്ത്രിയാകും. LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടില്ലെന്ന് UDF. വെർച്വലായി പങ്കെടുക്കുമെന്ന് MM ഹസൻ. ട്രിപ്പിൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ച ശേഷം സത്യപ്രതിജ്ഞാ മാമാങ്കം നടത്തുന്നത് ശരിയല്ല. ലളിതമായി പരിപാടി സംഘടിപ്പിക്കാമായിരുന്നുവെന്നും MM ഹസൻ. രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി വേദിയൊരുക്കുന്ന തൊഴിലാളികളെ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ജീവനക്കാരനാണ് വൈറസ് ബാധ. സമ്പർക്കം പുലർത്തിയ 2 ജീവനക്കാർ നിരീക്ഷണത്തിൽ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ വേദി ഒരുങ്ങുന്നത്. കൊടകര കുഴൽപ്പണ കേസിൽ 12 ലക്ഷം രൂപ കൂടി കണ്ടെടുത്തു. മുഖ്യപ്രതികളിൽ ഒരാളായി രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നാണ് പണം കണ്ടെടുത്തത്. തൃശൂർ പുല്ലാറ്റൂരിലെ വാടക വീട്ടിൽ നിന്നാണ് പണം കണ്ടെടുത്തത്. ഇതോടെ കേസിൽ പോലീസ് ഇതുവരെ 90 ലക്ഷം രൂപ കണ്ടെടുത്തു. വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ കൂടുതൽ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവ്. കച്ചവടക്കാർ, KSRTC ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പൊതുസമ്പർക്കമുണ്ടാകുന്ന 31 വിഭാഗങ്ങൾ കൂടി മുൻഗണനാ പട്ടികയിൽ. തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാലിനെതിരായ ലൈംഗിക പീഡന കേസിൽ വിചാരണ കോടതി വിധി പറയാൻ മാറ്റി. ഗോവയിലെ വിചാരണ കോടതി വെള്ളിയാഴ്ച വിധി പറയും. നടപടി ടൌട്ടെ ചുഴലിക്കാറ്റിനെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യത്തിൽ കേസ് വിധി പറയാൻ മാറ്റിവെക്കുന്നത് 3ാം തവണ. നാരദ കൈക്കൂലി കേസിൽ തൃണമൂൽ മന്ത്രിമാരുടെ അടക്കം ജാമ്യാപേക്ഷ എതിർത്ത് CBI. ജാമ്യം നൽകിയാൽ സാക്ഷികളെയും വിചാരണയെയും സ്വാധീനിക്കാൻ സാധ്യത. തൃണമൂൽ നേതാക്കൾ ഇപ്പോൾ കഴിയുന്നത് ആശുപത്രിയിലെന്നും അവരെ പാർപ്പിക്കേണ്ടത് ജയിലിലെന്നും CBI. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. കോവിഡ് പ്രതിരോധത്തിൽ പങ്കാളിയായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ സംഭാവന നൽകി. ദേശീയ വാർത്തകൾ. നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ കോൺഗ്രസ് ടൂൾ കിറ്റ് ഇറക്കിയെന്നും NIA അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താത്പര്യ ഹർജി. അഭിഭാഷകനായ ശശാങ്ക് ശേഖർ ജഹയാണ് ഹർജി സമർപ്പിച്ചത്. കോവിഡ് പോരാട്ടത്തിലെ പ്രതിച്ഛായ തകർക്കാനാണ് കോൺഗ്രസ് ടൂൾ കിറ്റ് തയ്യാറാക്കിയതെന്നും ഹർജിയിൽ ആരോപണം. കോവിഡ് വാക്സിനേഷനിൽ പുതിയ നിർദ്ദേശങ്ങളുമായി കേന്ദ്രം. മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിൻ എടുക്കാം. ആദ്യ ഡോസ് സ്വീകരിച്ച ശേഷം കോവിഡ് ബാധിച്ചാൽ രോഗം ഭേദമായി 3 മാസത്തിന് ശേഷം വാക്സിൻ എടുക്കാം. കോവിഡ് ഭേദമായി 14 ദിവസത്തിന് ശേഷം രക്തം ദാനം ചെയ്യാൻ സാധിക്കും. ഉത്തർപ്രദേശിലെ പഞ്ചായത്ത് വോട്ടെടുപ്പ് ജോലിക്കിടെ കോവിഡ് ബാധിച്ച് മരിച്ച അധ്യാപകരുടെ എണ്ണത്തിൽ സർക്കാർ നുണപ്രചാരണം നടത്തുകയാണെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. നഷ്ടപരിഹാര തുക നൽകുന്നത് ഒഴിവാക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും ആരോപണം. 1000-ലധികം അധ്യാപകർ മരിച്ച സാഹചര്യത്തിൽ 3 അധ്യാപകർ മാത്രമാണ് മരിച്ചതെന്നാണ് സർക്കാർ വാദം. മഹാരാഷ്ട്രയിൽ പുതുതായി 34,031 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 594 മരണം. 51,487 പേർക്ക് രോഗമുക്തി. ഗുജറാത്തിന് അടിയന്തര ദുരിതാശ്വാസ സഹായമായി 1000 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരുക്കേറ്റവരുടെ കുടുംബത്തിന് 50,000 രൂപ വീതവും നൽകും. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി നിർണ്ണയിക്കാൻ മന്ത്രിതല സംഘത്തെ നിയോഗിച്ചു. രാജ്യത്ത് പ്രതിദിനം 25 ലക്ഷം കോവിഡ് ടെസ്റ്റുകൾ നടത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ഇന്നലെ പരിശോധിച്ചത് 20 ലക്ഷത്തിലധികം സാമ്പിളുകൾ. പരിശോധന ഉടൻ 25 ലക്ഷത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ. ആംബുലൻസ് സൈറൺ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിച്ച് മണിപ്പൂർ സർക്കാർ. കോവിഡ് പശ്ചാത്തലത്തിൽ സൈറൺ ശബ്ദം ജനങ്ങളിൽ കൂടുതൽ ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിക്കുന്നുവെന്ന് അധികൃതർ. റോഡിൽ മാർഗതടസ്സമുണ്ടാകുമ്പോൾ മാത്രം സൈറണുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡെൻമാർക്ക് സന്ദർശനം മാറ്റിവെച്ചു. തീരുമാനം കോവിഡ് വ്യാപനം കണക്കിലെടുത്ത്. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് നരേന്ദ്രമോദി ഡെൻമാർക്ക് സന്ദർശിക്കാൻ ഇരുന്നത്. പഞ്ചാബിലെ അമൃത്സറിൽ ബൈക്കിലെത്തിയ സംഘം യുവാവിന്റെ കൈ വെട്ടിമാറ്റി പണവും ടാബും കവർന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിലെത്തിച്ചു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഡൽഹിയിൽ കുട്ടികൾക്കിടയിലെ കോവിഡ് വ്യാപനം തടയാൻ നടപടിയുമായി സർക്കാർ. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചു. കുട്ടികൾക്കിടയിലെ രോഗവ്യാപനത്തിൽ ആശങ്കയെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഹരിയാനയിൽ ഓക്സിജൻ സിലിണ്ടറുകളും റെംഡെസിവിർ മരുന്നും കരിഞ്ചന്തയിൽ വിറ്റ കേസിൽ 76 പേർ അറസ്റ്റിൽ. 132 റെംഡെസിവിർ കുത്തിവയ്പ്പുകളും 441 ഓക്സിജൻ സിലിണ്ടറുകളും പിടിച്ചെടുത്തതായി പോലീസ്. അസമിലെ കംറൂപ്പിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.2 രേഖപ്പെടുത്തി. നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
തമിഴ്നാട്ടിലും DMDK അധ്യക്ഷനുമായ വിജയകാന്തനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസതടസ്സത്തെ തുടർന്ന് പുലർച്ചെയോടെയാണ് വിജയകാന്തനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ആശങ്ക വേണ്ടെന്നും അധികൃതർ. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ കടുവയുടെ ആക്രമണത്തിൽ മൃഗശാല ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. ആക്രമണം കൂട് വൃത്തിയാക്കുന്നതിനിടെ. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ്. ഉത്തർപ്രദേശിലെ ലക്നൌ വാരാണസി ഹൈവേയിൽ ട്രക്ക് ജീപ്പുമായി കൂട്ടിയിടിച്ച് 3 മരണം, 2 പേർക്ക് പരുക്ക്. അപകടമുണ്ടായത് ലീലാപൂർ ബസാറിന് സമീപം. ട്രക്ക് ഡ്രൈവർ വാഹനം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞതായി പോലീസ്. പൂനെയിലെ ഇന്ദാപൂരിൽ കലമാനെ വേട്ടയാടിയ 2 പേർ അറസ്റ്റിൽ. വേട്ടയാടലിന് ഉപയോഗിച്ച് റൈഫിളും വെടിയുണ്ടകളും പിടിച്ചെടുത്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഉത്തർപ്രദേശ് മന്ത്രി വിജയ് കശ്യപ് അന്തരിച്ചു. അന്ത്യം കോവിഡ് ബാധയെ തുടർന്ന്. മുസാഫർ നഗറിലെ ചർത്താവലിൽ നിന്നുള്ള BJP MLA ആയിരുന്നു. 2ാം തരംഗത്തിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്ന UPയിലെ 5ാമത്തെ BJP MLA ആണ് വിജയ് കശ്യപ്. അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 16,53,00,000 കടന്നു. ആകെ മരണം 34 ലക്ഷം പിന്നിട്ടു. ലോകത്ത് പുതുതായി 2 ലക്ഷത്തിലധികം പേർക്ക് രോഗബാധ. യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ച യൂറോപ്യൻ യൂണിയൻ. വാക്സിൻ സ്വീകരിച്ച വിദേശികൾക്ക് പ്രവേശനാനുമതി നൽകാൻ രാജ്യങ്ങൾക്ക് നിർദ്ദേശം. നടപടി വിനോദസഞ്ചാര മേഖല പുനരുജ്ജീവിപ്പിക്കുന്നതിനായി. ബ്രിട്ടനിൽ ഇന്ത്യൻ കൊറോണ വൈറസ് വകഭേദത്തിന്റെ വ്യാപനം അതിവേഗത്തിലാകുമെന്ന് വിദഗ്ധർ. രോഗവ്യാപനം തടയാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്ന് മുന്നറിയിപ്പ്. നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പിൻവലിക്കാനുള്ള തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഇടപെട്ട അമേരിക്ക സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെന്യാമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. നടപടി 10 ദിവസമായി തുടരുന്ന സംഘർഷത്തിൽ 200-ലേറെ പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ. ടോക്കിയോ ഒളിമ്പിക്സിന് മുൻപായി മുഴുവൻ കായിക താരങ്ങൾക്കും വാക്സിൻ ഉറപ്പുവരുത്തുമെന്ന് ഒളിമ്പിക്സ് കമ്മിറ്റി മേധാവി തോമസ് ബാച്ച്. 70% കായിക താരങ്ങളും ഇതിനകം വാക്സിൻ സ്വീകരിച്ചുവെന്നും തോമസ് ബാച്ച്. വിശദീകരണം. ഒളിമ്പിക്സ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ. പാകിസ്ഥാനിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭാഗികമായി തുറക്കും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെയുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുറക്കാൻ അനുമതി. ക്ലാസുകൾ പുനരാരംഭിക്കുക ഈ മാസം 24 മുതൽ. ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ രാജ്യമായ കാനഡയിൽ വിൽപ്പനയ്ക്കായുള്ള ഭൂമിയുടെ അളവിൽ കുറവെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം രാജ്യത്തെ 60% വീടുകളും സ്ഥലങ്ങളും വിൽപ്പന നടത്തിയെന്ന് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട്. വീട് വിൽപ്പനകൾ നടക്കുന്നത് റെക്കോർഡ് വിലയ്ക്ക്. ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നത് അപ്പാർട്ട്മെന്റുകളെ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണെതിരെ വിമർശനവുമായി ആരോഗ്യ പ്രവർത്തക സംഘടനകൾ. ആരോഗ്യ പ്രവർത്തകർക്ക് പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം നൽകിയില്ലെന്ന് വിമർശനം. പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ വൈകാരിക പ്രകടനം മാത്രമായിരുന്നുവെന്നും സംഘടനകൾ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് ധനസഹായം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തി സുഡാൻ. തീരുമാനം ഇന്ത്യയിൽ കൊറോണ വൈറസിന്റെ വകഭേദം വ്യാപകമായ പശ്ചാത്തലത്തിൽ. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തി. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബംഗ്ലാദേശിലും നേപ്പാളിലും വാക്സിൻ ക്ഷാമം രൂക്ഷം. പ്രതിസന്ധി. ഇന്ത്യയിൽ നിന്നുള്ള വാക്സിൻ കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ വാക്സിൻ സഹായത്തിനായി അമേരിക്കയെ സമീപിച്ച് ബംഗ്ലാദേശ്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ ഒക്ടോബർ വരെ നിയന്ത്രണം തുടരുമെന്ന് വിലയിരുത്തൽ. കോവിഡ് പ്രതിരോധ ക്യാമ്പയിനുമായി പ്രമുഖ സാനിറ്ററി വെയർ ബ്രാൻഡായ സെറ. വീട്ടിൽ തന്നെ ഇരിക്കാം, കേൾക്കാം വീടിന്റെ സ്പന്ദനം എന്ന സന്ദേശവുമായാണ് ക്യാമ്പയിൻ. ആകർഷകമായ ഉത്പന്നങ്ങളാണ് സെറ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സ്പോർട്സ് ന്യൂസ്. യൂറോ കപ്പിനായുള്ള ജർമ്മൻ ടീമിനെ പ്രഖ്യാപിച്ചു. തോമസ് മുള്ളർ, മാറ്റ് ഹമ്മൽസ് എന്നിവർ ടീമിൽ. 17-കാരൻ ജമാൽ മ്യൂസിയല ടീമിനിടം നേടിയ പുതുമുഖം. 26-അംഗ ടീമിനെ പ്രഖ്യാപിച്ചത് പരിശീലകൻ ജോക്കിം ലോവ്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾക്കായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഖത്തറിൽ നടക്കുന്ന 3 മത്സരങ്ങൾക്കായി 28-അംഗ സ്ക്വാഡിനെയാണ് പ്രഖ്യാപിച്ചത്. മലയാളി താരങ്ങളായ സഹൽ അബ്ദുൽ സമദും ആഷിഖ് കുരുണിയനും ടീമിൽ ഇടം നേടി. ഗോവൻ സ്വദേശിയായ ഗ്ലൻ മെർട്ടിൻസ് ടീമിലെ പുതുമുഖം. സീസണിൽ ആദ്യ പ്രധാന കിരീടം ലക്ഷ്യമിട്ട് യുവന്റസ് ഇന്ന് കളത്തിൽ. കോപ്പ ഇറ്റാലിയ ഫൈനലിലെ എതിരാളികൾ അറ്റ്ലാന്റ. മത്സരം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. FA കപ്പ് ഫൈനലിലെ തോൽവിക്ക് ലെസ്റ്റർ സിറ്റിക്ക് മറുപടി നൽകി ചെൽസി. പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ് യോഗ്യത ഉറപ്പിക്കാൻ നിർണായകമായ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾ ചെൽസി ലെസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. ജയത്തോടെ ചെൽസി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ
11-ാം സ്ഥാനത്ത്. യൂറോ കപ്പിനായുള്ള ഫ്രഞ്ച് ടീം പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് സ്ക്വാഡിൽ ഇടം നേടി റയൽ മാഡ്രിഡ് താരം ബെൻസീമ. നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷമാണ് ബെൻസീമ ഫ്രാൻസ് ടീമിലെത്തുന്നത്. എംബാപ്പെ, ഡെംബലെ, ഗ്രീസ്മൻ, കോമാൻ, ജിറൂഡ് എന്നീ തുടങ്ങി വൻ അറ്റാക്കിംഗ് നിരയാണ് ഫ്രാൻസിനുള്ളത്. പ്രാദേശിക വാർത്തകൾ. ട്രിപ്പിൾ ലോക്ഡൌൺ തുടരുന്ന തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിൽ വാഹന പരിശോധന കർശനമാക്കി പോലീസ്. വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ അതിർത്തിയിൽ എത്തിയെങ്കിലും മതിയായ രേഖകളില്ലാത്തവരെ പോലീസ് തിരികെ അയച്ചു. പോലീസ് പരിശോധന കടമ്പാട്ട് കോണത്ത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ വിൽപ്പനയ്ക്കെത്തിച്ച ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം പിടികൂടി നശിപ്പിച്ചു. ഒരാൾക്കെതിരെ കേസ്. വാഹനവും മത്സ്യവും പോലീസ് പിടിച്ചെടുത്തത് നെല്ലിമൂട് പ്രദേശത്ത് നിന്ന്. കൊല്ലം ശാസ്താംകോട്ടയിൽ മോട്ടോർ ബൈക്ക് മോഷ്ടിച്ച പ്രതി പിടിയിൽ. അറസ്റ്റിലായത് ഇടവനശ്ശേരി സ്വദേശി സുധീർ. കേസിനാസ്പദമായ സംഭവമുണ്ടായത് ഞായറാഴ്ച രാത്രിയോടെ. ആലപ്പുഴ ജില്ലയിൽ ടൌട്ടേ ചുഴലിക്കാറ്റ് അനുബന്ധ പ്രകൃതിക്ഷോഭത്തിൽ 30 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പ്രാഥമിക വിലയിരുത്തൽ. 6 താലൂക്കുകളിലായി 30 വീടുകൾ പൂർണ്ണമായി തകർന്നു. കാർഷിക മേഖലയിൽ 14.89 കോടി രൂപയുടെ നഷ്ടമെന്ന് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ വെബ്കാസ്റ്റിംഗ് ഓപ്പറേറ്റർമാരായി ജോലി ചെയ്തവർക്ക് വേതനം നൽകിയില്ലെന്ന് പരാതി. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ബൂത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് ആരോപണം. IT മിഷൻ പണം നൽകിയിട്ടില്ലെന്ന് ജോലിക്ക് നിയോഗിച്ച അക്ഷയ സെന്റർ നടത്തിപ്പുകാർ. ബാലസംഘം പൂഞ്ഞാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഫേസ് ഷീൽഡ് വിതരണം ചെയ്തു. ഈരാറ്റുപേട്ട സർക്കിൾ ഇൻസ്പെക്ടർ G പ്രദീപ് ഫേസ് ഷീൽഡുകൾ ഏറ്റുവാങ്ങി. ബാലസംഘം പൂഞ്ഞാർ ഏരിയ കൺവീനർ T സുഭാഷ്, ഏരിയ സെക്രട്ടറി അഖിൽ KB, ജില്ലാ കമ്മിറ്റി അംഗം ഹാഷിർ എന്നിവർ പങ്കെടുത്തു. ലോക്ഡൌൺ കാലത്ത് പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് CPI ഈരാറ്റുപേട്ട ലോക്കൽ കമ്മിറ്റി. പൂഞ്ഞാർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഏരിയ സെക്രട്ടറി കുര്യാക്കോസ് ജോസഫ് ലോക്കൽ കമ്മിറ്റി അംഗം VP അബ്ദുൽ സലാമിന് കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിയുക്ത പാലാ MLA മാണി C കാപ്പൻ മഴക്കെടുതിയിൽ നാശം സംഭവിച്ച പാലാ മണ്ഡലത്തിലെ വിവിധ കൃഷിയിടങ്ങളും വീടുകളും സന്ദർശിച്ചു. നാശനഷ്ടം സംഭവിച്ചവർക്ക് കാലതാമസം കൂടാതെ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് മാണി C കാപ്പൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് വാക്സിൻ ചാലഞ്ചിലേക്ക് 5.36 ലക്ഷം രൂപ നൽകി. ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും ജീവനക്കാരുടെ 2 ദിവസത്തെ ശമ്പളത്തുകയും ചേർത്താണ് വാക്സിൻ ചാലഞ്ചിലേക്ക് നൽകിയത്. ബാങ്ക് പ്രസിഡന്റ് KM ബാബു സഹകരണ സംഘം രജിസ്ട്രാർ സ്റ്റാൻലി MJയ്ക്ക് തുക കൈമാറി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തൊടുപുഴ നഗരസഭാ പരിധിയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാൻ തീരുമാനം. നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ട്രീ കമ്മിറ്റിയിലാണ് തീരുമാനം. നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ നഗരസഭ തന്നെ വെട്ടിമാറ്റും. ന്യൂസ് 18 കേരള ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ഫക്കീർ മുഹമ്മദ് രാജ അന്തരിച്ചു. 47 വയസ്സായിരുന്നു. കൊച്ചിയിൽ കോവിഡാനന്തര ചികിത്സയിലായിരുന്നു. സംസ്കാരം തോട്ടയ്ക്കാട്ടുകര ജുമാ മസ്ജിദിൽ. കൊച്ചി നഗരസഭയുടെ കോവിഡ് ആശുപത്രി നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 100 ഓക്സിജൻ ബെഡുകളുള്ള ആശുപത്രി സജ്ജമാകുന്നത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റുമായി സഹകരിച്ച് പോർട്ടിന്റെ ഉടമസ്ഥതയിൽ വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള സാമുദ്രിക ഹാളിൽ. കർഷക തൊഴിലാളി യൂണിയൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് MK മോഹനൻ അന്തരിച്ചു. കോവിഡ് ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. പാറക്കടവ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ എറണാകുളത്ത്. പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 4282 പേർക്ക്. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി 26.02%. ലോക്ഡൌൺ കാലത്ത് പാലക്കാട്ടെ സാധാരണക്കാർക്ക് കൈത്താങ്ങായി നിയുക്ത MLA ഷാഫി പറമ്പിൽ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മുഴുവൻ സമയ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങി. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് യൂത്ത് കെയറും MLA ഓഫീസും സംയുക്തമായി. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ കുഴഞ്ഞു വീണ് മരിച്ച സ്റ്റാഫ് നഴ്സ് രമ്യയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മരണശേഷം നടത്തിയ ട്രൂനാറ്റ് പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് ആശുപത്രിയിൽ വെച്ച് നഴ്സ് കുഴഞ്ഞു വീണ് മരിച്ചത്. പാലക്കാട് പട്ടാമ്പി നഗരസഭയുടെ ജനകീയ അടുക്കള പ്രവർത്തനം തുടങ്ങി. ചിത്ര ഓഡിറ്റോറിയത്തിലാണ് പ്രവർത്തനം. പട്ടാമ്പി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന CFLTC, പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി, DCC സെന്റർ തുടങ്ങിയവയിലെ രോഗികൾക്കും അവരെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും ഭക്ഷണം എത്തിക്കും. LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വെർച്വലാക്കി സംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ABVP പാലക്കാട് ജില്ലാ കമ്മിറ്റി. സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായത് 1000-ലധികം വിദ്യാർത്ഥികൾ. സർക്കാർ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ചടങ്ങ് വെർച്വലായി സംഘടിപ്പിക്കണമെന്നും ABVP ജില്ലാ പ്രസിഡന്റ് NV അരുൺ. നിലമ്പൂർ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ഷോപ്പുകളിൽ പരിശോധന. നടപടി മാസ്ക്, സാനിറ്റൈസർ, PPE കിറ്റ് ഉൾപ്പെടെയുള്ളവയ്ക്ക് സർക്കാർ വില നിശ്ചയിച്ച സാഹചര്യത്തിൽ വില നിശ്ചയിച്ചുള്ള സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് ഷോപ്പുകൾക്ക് മുന്നിൽ പതിപ്പിക്കണമെന്ന് നിർദ്ദേശം.
താനൂരിൽ ആയുധവും മയക്കുമരുന്നും കൈവശം വെച്ചയാൾ അറസ്റ്റിൽ. പിടിയിലായത് കണ്ണന്തളി സ്വദേശി ജാഫർ അലി. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പീഡനക്കേസിൽ സർവശിക്ഷ കേരള മിഷൻ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർക്ക് ജാമ്യം. ഒളമതിൽ സ്വദേശി MC അബ്ദുൾ റസാഖിന് ജാമ്യം അനുവദിച്ച് മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി. മലപ്പുറം DDE ഓഫീസ് വളപ്പിൽ വെച്ച് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. കോഴിക്കോട് പറമ്പിൽ ബസാറിലെ മമ്മാസ് ആൻഡ് പപ്പാസ് തുണി ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് 3-ാം ദിവസം തീവെച്ച് നശിപ്പിച്ച കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. പിടിയിലായത് താമരശ്ശേരി സ്വദേശി റഫീഖ്. കേസിനാസ്പദമായ സംഭവം ഏപ്രിൽ 8-ന്. കോഴിക്കോട് നാദാപുരം നരിപ്പറ്റയിൽ നിന്ന് 380 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. കുറ്റിക്കാടുകൾക്കിടയിൽ കുടിവെള്ള ടാങ്കിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷ്. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു പോലീസ്. ടൌട്ടേ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതിയിൽ കോഴിക്കോട് കാർഷിക മേഖലയിൽ 25 കോടി രൂപയുടെ നാശനഷ്ടം. കനത്ത മഴയിൽ 975 ഹെക്ടറിലെ കൃഷി നശിച്ചു. 7 വീടുകൾ പൂർണ്ണമായും 259 വീടുകൾ ഭാഗികമായും തകർന്നു. കണ്ണൂർ പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ പ്രൈമറി വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണം തുടങ്ങി. നഗരസഭാതല ഉദ്ഘാടനം നിർവഹിച്ച് ചെയർപേഴ്സൺ KV ലളിത. സപ്ലൈകോ മുഖേനയാണ് കിറ്റ് വിതരണം. കണ്ണൂർ കൊട്ടിയൂർ മന്തംചേരി ടൗണിൽ കാട്ടാന ഇറങ്ങി. മുത്തപ്പൻ ക്ഷേത്രം വരെ എത്തിയ കാട്ടാനയെ വനത്തിലേക്ക് തിരികെ അയച്ചത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി റാപ്പിഡ് റെസ്പോൺസ് ടീമും കൊട്ടിയൂർ വെസ്റ്റഡ് ഫോറസ്റ്റ് അധികൃതർ. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 47 ലക്ഷം രൂപ വിലമതിക്കുന്ന 967 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടി. സ്വർണം പിടികൂടിയത് കണ്ണൂർ നരിക്കോട് സ്വദേശിയായ ഉമ്മർകുട്ടിയിൽ നിന്ന്. അസിസ്റ്റന്റ് കമ്മീഷണർ E വികാസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കാസർഗോഡ് തൃക്കരിപ്പൂർ കന്നുവീട് കടപ്പുറത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. പൈപ്പ് ലൈൻ വഴി വെള്ളം ഒഴുക്കിവിടാൻ പദ്ധതി. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം തീരസംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ദിവസം കൊണ്ട് നിർമ്മാണം തുടങ്ങും. കാസർഗോഡ് ഉദുമ പഞ്ചായത്തിലെ മീത്തൽ വളപ്പിൽ നടത്തിയ മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി. ഉദ്ഘാടനം നിർവഹിച്ച് പ്രസിഡന്റ് P ലക്ഷ്മി. കുളത്തിൽ വളർത്തിയിരുന്നത് അസം വാള ഇനത്തിൽപ്പെട്ട 1000 മത്സ്യക്കുഞ്ഞുങ്ങളെ. കാസർഗോഡ് കോവിഡ് ബാധിതർക്ക് സൗജന്യ യാത്രയൊരുക്കി മാലോത്ത് കസബയിലെ KSU പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. മരുന്ന് വീടുകളിലെത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരും ഹെൽപ്പ് ഡെസ്കും സജ്ജം. കാസർഗോഡ് ഗൃഹവാസ പരിചരണ കേന്ദ്രങ്ങളിലേക്ക് കിടക്കകൾ നൽകി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ 5 കേന്ദ്രങ്ങളിലേക്കായി നൽകിയത് 50 കിടക്കകൾ. 6 പഞ്ചായത്തിലെ പരിചരണ കേന്ദ്രങ്ങളിലേക്ക് 10 കിടക്കകളും നൽകി. ന്യൂസ് തുടർന്ന് എന്റർടൈൻമെന്റ് ന്യൂസ്. ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം ചുരുളി OTT റിലീസിന് ഒരുങ്ങുന്നുവെന്ന് സൂചന. ചിത്രം ആമസോൺ പ്രൈമിലൂടെ അടുത്ത മാസം പ്രദർശനത്തിനെത്തുമെന്ന് റിപ്പോർട്ട്. 25ാമത് IFFKയിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമായി ചുരുളി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. IMDb റേറ്റിംഗിൽ മികച്ച നേട്ടവുമായി സൂര്യയുടെ തമിഴ് ചിത്രം സൂര്യറൈ പൊട്ര്. ചിത്രം 9.1 റേറ്റിംഗുമായി 3-ാം സ്ഥാനത്ത്. OTTയിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രശംസ ലഭിച്ചിരുന്നു. ഇടിമിന്നലേറ്റ് കത്തുന്ന അടിമാലി 10ാം മൈലിലെ മൊബൈൽ ടവർ എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. നൈജീരിയയിലെ 5G മൊബൈൽ ടവർ കത്തുന്നു എന്ന പേരിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഫേസ്ബുക്കിൽ പ്രചരിച്ചിരുന്ന വീഡിയോ ആണ് അടിമാലിയിലേത് എന്ന തലക്കെട്ടിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഫലസ്തീനിലെ മോസ്ക് ഇസ്രയേൽ ബോംബിട്ട് തകർക്കുന്നത് എന്ന രീതിയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജം. 2015-ൽ സിറിയയിലെ ഒരു ആരാധനാലയം IS ഭീകരർ ബോംബിട്ട് തകർക്കുന്ന രംഗങ്ങളാണ് വ്യാജ അടിക്കുറിപ്പിൽ പ്രചരിപ്പിക്കുന്നത്. ടൌട്ടേ ചുഴലിക്കാറ്റിൽ മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്ന ദൃശ്യം വ്യാജം. യഥാർത്ഥത്തിൽ ഈ ദൃശ്യം സ്പെയിനിലെ ബിസ്കേ തീരത്ത് നിന്നുള്ളത്. നാളെ അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയനും നിയുക്ത കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരും നാളെ പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തും. രാവിലെ 9 മണിയോടെ നേതാക്കൾ പുഷ്പാർച്ചനയ്ക്കായി ആലപ്പുഴയിലെത്തും. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായാണ് ചടങ്ങ്. KSRTC ജീവനക്കാർക്കുള്ള വാക്സിൻ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. വാക്സിൻ ലഭ്യമാക്കുക കണ്ടക്ടർ, ഡ്രൈവർ, മെക്കാനിക്കൽ, മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്ന മുൻഗണനാക്രമത്തിൽ. വാക്സിൻ കുത്തിവെക്കുന്നത് യൂണിറ്റ് അടിസ്ഥാനത്തിൽ. തമിഴ്നാട്ടിൽ 18 മുതൽ 44 വയസ്സിനിടയിലുള്ളവർക്കായുള്ള വാക്സിനേഷൻ നാളെ തുടങ്ങും. ഓട്ടോ, ടാക്സി ജീവനക്കാർക്ക് ആദ്യ മുൻഗണന നൽകുമെന്ന് അധികൃതർ. ഭീമ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ ഫാദർ സ്റ്റാൻസ് സ്വാമിയെ നാളെ വൈദ്യപരിശോധനയ്ക്കായി മുംബൈയിലെ ആശുപത്രിയിൽ കൊണ്ടുപോകും. ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് ബോംബെ ഹൈക്കോടതിക്ക് കൈമാറും. സ്റ്റാൻസ് സ്വാമിയുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും.
പാലക്കാട്ട് 6 കേന്ദ്രങ്ങളിൽ നാളെ സൗജന്യ RT-PCR പരിശോധന. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെയാണ് പരിശോധന. ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 2709 പേർക്ക്. 100 ന്യൂസ് അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.